ഈവനിങ് ടൈം ആയപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുകയല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ നേരെ വിട്ടു പാർക്കിലേക്ക്. ഏത് പാർക്കാണെന്നറിയോ? ഇത് വന്നിട്ട് എത്തിഹാദ് സ്ക്വയർ പാർക്ക് എന്നാണ് പേര്. വന്നിട്ട് നേരെ സൗദി പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ് പാർക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വാട്ടർഫോൾസ് ഇടയ്ക്ക് വെച്ച് ഇത് ക്ലോസ്ഡ് ആയിരുന്നു. ഇതിൻ്റെ റെനോവേഷൻ പരിപാടീസ് കാര്യങ്ങളായിട്ട് ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോൾ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെഹ്റാപ്പൂന് വെള്ളം കണ്ടപ്പോൾ സെഹ്റാപ്പൂന് വെള്ളത്തിൽ ചാടണം ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ അത് അതിൻ്റെ മണ്ടേ കയറ്റി ഇരുത്തി കുറച്ചൊന്നിങ്ങനെ കയ്യൊക്കെ കണ്ടൊക്കെ മുക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇറക്കിയതിനാണ് പിന്നെ മെടുക്ക് എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്തോട്ട് വന്നത്. അപ്പം ഞാൻ എടുത്ത് വെച്ച് കുറച്ച് കഥയൊക്കെ ചോദിച്ച് വെള്ളത്തിൽ മുങ്ങണോ എന്നൊക്കെ ചോദിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് പുള്ളിക്കാരി. അപ്പം നല്ല രീതിക്ക് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ വ്യക്തമൊന്നുമല്ല, റെസ്പോണ്ട് ചെയ്യും, നല്ല രീതിക്ക് അവൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവൾ നേരെ പോയി, അവൾക്ക് വിശക്കുന്നു തോന്നുന്നു, അവൾ പോയി ബാഗിൽ തട്ടി ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കളിക്കാൻ അവൾ ഒരു ബോളും എടുത്ത് കൊടുത്തു. ബോളും കൊണ്ട് നേരെ പുള്ളിക്കാരി പോയിട്ട് ആ ബോൾ വെള്ളത്തിൽ ഇട്ടു. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഗോൾഡ് സൂക്ക്. അത് വന്നിട്ടൊരു ട്രെയിൻ മോഡലാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ സെഹ്റാപ്പിൻ്റെ ബോൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊക്കെ നടക്കുകയാണ്. സംഭവം ബോൾ ആദ്യം എടുത്ത് തിരിച്ച് വെള്ളത്തിൽ നിന്ന് എടുത്ത് ഒളിപ്പിച്ചു കൊണ്ട് വെച്ചേക്കണം. അത് വന്ന് തപ്പി നോക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. എന്നിട്ട് വെള്ളത്തിൽ ഉണ്ടോ എന്നറിയാൻ പിന്നും പോവുകയാണ് ആ ചേട്ടി. പിന്നും കുറച്ച് നേരമൊക്കെ കളിച്ച് പിന്നെ അവിടെ പിടിച്ചിരുത്തി ഒരു ലേസൊക്കെ കൊടുത്തു. അപ്പോൾ ഈ കാണുന്ന പൂക്കൾ ഏതാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഒത്തിരി നല്ല കുറച്ചൊരു റിഫ്രഷിങ് മൈൻഡായിരുന്നു അവിടെ പോയിരുന്നപ്പോൾ. പിന്നെ ഞങ്ങൾ ഈ ഒരു സന്ധ്യ ആയപ്പോഴാണ് അവിടെ നിന്ന് പോയത്. അപ്പോഴത്തേക്കും ദേ ഈ വെട്ടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു വെട്ടത്തിലൊക്കെ ആ വെള്ളം വീഴുന്നതൊക്കെ കാണാനായിട്ട്. എന്നിട്ട് ഉമ്മച്ചി ആദ്യം നേരെ ഡേ ടു ഡേയിലേക്ക് പോയി, ഞാൻ നേരെ റൂമിലേക്ക് വിട്ടു.